ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മീൻസ് വ്ലോഗ്സ്. ഉത്തരാഖണ്ഡ് വന്നിട്ട് 2-3 വർഷമായെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് ബദ്രിനാഥ് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇന്ന് ബദ്രിനാഥ് പോകാനായിട്ട് തീരുമാനിച്ചത്. നാട്ടിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ബദ്രിനാഥ് പോയോ എന്ന്. പക്ഷേ ബദ്രിനാഥിലേക്ക് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 6-7 മണിക്കൂർ ദൂരമുണ്ട്. അത് മാത്രമല്ല 6 മന്ത്സ് മാത്രമാണ് ബദ്രിനാഥ് ടെമ്പിൾ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവുക, ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ. അത് കഴിഞ്ഞ് കടുത്ത മഞ്ഞുവീഴ്ച ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ റെസ്ട്രിക്റ്റഡും ആണ്. ഭക്തജനങ്ങൾ മാത്രമല്ലാതെ സഞ്ചാരികളെ കൂടെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബദ്രിനാഥ്. അതുകൊണ്ട് തന്നെ വർഷാവർഷം ഒരുപാട് ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്ന് ഈ യാത്ര പോകാൻ പറ്റിയത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഋഷികേശ് വരെ നമുക്ക് ട്രെയിനിൽ വന്നിട്ട് പിന്നെ റോഡ് ഗതാഗതം വഴി നമുക്ക് ബദ്രിനാഥ് എത്തിച്ചേരാവുന്നതാണ്. ബദ്രിനാഥ് വരെ റെയിൽവേ പ്രൊജക്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീനഗർ വരെ, ഞങ്ങൾ താമസിക്കുന്ന ശ്രീനഗറിൽ തന്നെ 2027 ആകുമ്പോഴത്തേക്കിനും നമുക്ക് ട്രെയിനായിട്ട് അവിടെ വരെ വരാനായിട്ട് പറ്റും. അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുക. യാത്രയിലെ ഒരു പകുതി ഭാഗത്ത് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ദാൽ ചാവലാണ് കഴിച്ചത്, ചോറും പരിപ്പ് കറിയാണ് കഴിച്ചത്. ബദ്രിനാഥ് പോകുന്ന വഴിക്ക് ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ഹോട്ടൽസ് ഒരുപാടുണ്ട്. ഈ ചാർധാം യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെയും കാര്യങ്ങളെയൊക്കെ കിട്ടും. ഈ ഹോട്ടലിന് മുന്നിലുള്ള ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മലകൾ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഉത്തരാഖണ്ഡ് മൊത്തം ഒരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ അങ്ങനെ കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ട്രാവല് പിന്നെയും തുടർന്നു. നല്ല അടിപൊളി പ്ലേസ്, നല്ല അടിപൊളി മലഞ്ചെരുവൊക്കെ ആയിരുന്നു. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ട്രാവൽ മുന്നോട്ട് പോയി. ഈ ഒരു പ്ലേസിലൊക്കെ എപ്പോഴും ആക്സിഡൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. എപ്പോഴും മുകളിൽ നിന്നും പാറയൊക്കെ പൊട്ടി വീണ് ഭയങ്കരമായിട്ട് ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാവും. പോകുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് കാണിക്കണം. അവിടെ ടോൾ പാസ് ഉണ്ടാവും. അവിടെ നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ ഫോം കാണിച്ചതിന് ശേഷം അവർ നമുക്കൊരു എൻട്രി പാസ് തരും. പിന്നെ അവിടെ ഒരു 50 റുപ്പീസും നമ്മൾ പേ ചെയ്യണം കേട്ടോ. അത് വണ്ടി അതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടാനുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ഫോമിൽ നമ്മൾ നമ്മുടെ വീട്, അഡ്രസ്സ്, നമ്മൾ എവിടെ നിന്ന് വരുന്നു, പിന്നെ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ പേര്, അവരുടെ ഫോൺ നമ്പർ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിയിൽ വെച്ച് പറ്റുകയാണെങ്കിൽ അവരെ വിളിക്കാനായിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പറൊക്കെയാണ് ആ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ ഫില്ല് ചെയ്യുക. ആ ഫോം ഫില്ല് ചെയ്തവരെ കാണിച്ചാൽ മാത്രമേ നമുക്ക് എൻട്രി പാസ് കിട്ടുള്ളൂ കേട്ടോ. അതിലേക്കുള്ള ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ ഒരു ആക്സിഡൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ബസ്സും ഒരു ജീപ്പും കൂട്ടിയിടിച്ചിട്ട് ബസ്സിലുള്ള 3 പേരും തൽക്ഷണം മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലുള്ള ഇഷ്യൂസൊക്കെ ഈ യാത്രയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ട്രാവലായിരിക്കും ഈ ഒരു ബദ്രിനാഥിലേക്കുള്ള ഒരു യാത്ര. 2-3 സ്ഥലത്ത് നമ്മളത് കാണിച്ചു കൊടുക്കണം കേട്ടോ, ഒരു രജിസ്ട്രേഷൻ ഫോം. പിന്നെ നമ്മളത് അങ്ങനെ കുറച്ച് കൂടെ ദൂരം പോയി കഴിഞ്ഞാൽ നമ്മളിത് ആ ബദ്രിനാഥ് എത്താനായിട്ട് പോവാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് റോഡ് അത്ര ഒരു നല്ലതായിട്ടില്ല കേട്ടോ. റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ പിന്നെയും റോഡ് പൊട്ടി വീഴുക ചെയ്യുക. അങ്ങനെ ഇതാ നമ്മൾ ബദ്രിനാഥ് എത്തിച്ചേർന്നു. അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത്. നല്ല അടിപൊളി പ്ലേസ് ആണ്. നല്ലൊരു കാമായിട്ട് നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണ് കിട്ടുക. നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പോയിട്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക. നല്ല ഒരു എന്താ പറയുക, ഒരു അനുഭവിച്ചാൽ നമ്മൾ അറിയേണ്ട ഒരു ഫീലാണ് ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ. നിങ്ങളൊരു വിശ്വാസി അല്ലെങ്കിൽ പോലും ഇതുപോലുള്ള സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബായിരിക്കും കിട്ടുക. നമ്മൾ ആദ്യം തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. കുറച്ച് നേരം അവിടെ പോയി റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ട് നമ്മൾ പിന്നെയും വന്നു. അവിടെ എത്തിയപ്പോൾ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം ജാക്കറ്റൊക്കെ ഇട്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഷോപ്പിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഷോള്, വൂളൻ ആയിട്ടുള്ള ഷോള് കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ് ഡ്രസ്സിൻ്റെ ഇതിൽ. പിന്നെ ബാഗ്, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ ഷോപ്പിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ബാഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രിൻ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഹെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ബാഗുകൾ, പിന്നെ ഹാൻഡ് മെയ്ഡ് ബാഗുകൾ, പ്രിൻ്റഡ് ബാഗുകൾ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മേടിക്കാൻ തോന്നും. 250, 300 അതുപോലെയൊക്കെ ആയിരുന്നു റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്.
പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ദൂരം നടക്കാനുള്ളതുകൊണ്ട് തന്നെ റിസോർട്ടിനെ നമ്മൾ അവിടെ ഒരു കൊട്ടയിൽ ബാഗ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ ഇങ്ങനെ വരും. നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ എത്തിച്ചു. നമുക്ക് വയ്യാത്ത ആൾക്കാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചൊരു റിസോർട്ട് അതിലിരിക്കില്ല എന്നാണ്. പക്ഷെ അവന് ഇഷ്ടപ്പെട്ടു, അവൻ ഇരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവൻ അതിലിരുന്നു, ഞങ്ങൾ കൂടെ നടന്നു. അപ്പോൾ ഇതാ നമ്മൾ എവിടെ ഒരു പാലം കാണില്ലേ, ഈ പാലത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ബദ്രീനാഥ് ഫിലിമൊക്കെ കണ്ടിട്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ടാവും ഈ പാലം, ആ ഫിലിമിലൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വരാത്തവർ ആ ഒരു ഫിലിമിൽ കണ്ടിട്ടുണ്ടാവും. ഇത് അളകനന്ദ നദിയാണ് കേട്ടോ. ഈ നദിയുടെ തീരത്തായിട്ടാണുള്ളത്. നമ്മൾ ക്യൂ നിൽക്കാതെ നമ്മൾ ഈ ഒരു സൈഡ് വ്യൂയിലൂടെയാണ്, സൈഡ് ഗേറ്റ് വഴിയാണ് നമ്മൾ അകത്തേക്ക് കടന്നത്. ഇത് VIP എൻട്രി സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെയായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോൻ ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കടന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു തുളസിമാല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊരു വേ കൂടെ ഉണ്ട് അവിടേക്ക് കടക്കാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പൂജിച്ച ഒരു ചുന്നി എന്നാണ് ഇതിന് പറയുക. അത് നമ്മൾ അവിടെ കെട്ടി വയ്ക്കുകയാണ് ചെയ്യുക. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് അത് മഹാലക്ഷ്മി ടെമ്പിളിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കുക. നമുക്ക് അവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കാനുള്ള സ്ഥലങ്ങളുണ്ടാവും. പിന്നെ ബദ്രീനാഥിൻ്റെ ഉള്ളിലെ വ്യൂ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇത് ചുറ്റിട്ടുള്ള ഈ ഒരു അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ് വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഉള്ളത്. ഇത് പുറത്തുള്ള കുറച്ച് ഭാഗങ്ങളാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആരതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബദ്രീനാഥ് പകൽ കാണുന്നതും രാത്രി കാണുന്നതും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ. രാത്രിയിൽ 3 കളേഴ്സായിട്ട് നമുക്കിത് കാണാൻ പറ്റും. റെഡ്, ഗ്രീന്, പിന്നെ ബ്ലൂ ആയിട്ട്. അപ്പം ഈ 3 കളറിലും ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ ഒരു ഈവനിങ് ടൈമിലാണ് എനിക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ ഇത് കാണാനായിട്ട് പറ്റിയത്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ് കേട്ടോ. പകൽ വേറൊരു ഭംഗിയും രാത്രി ആകുമ്പോൾ ഇതിന് വേറൊരു ഭംഗിയുമാണ്. പിന്നെ നല്ലൊരു ഇത്ര ആൾക്കാർ വരുന്ന സ്ഥലമാണെങ്കിലും നല്ലൊരു കാമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ രാത്രിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് രാത്രിയായി. പൂജയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പം ഇത്ര ആൾക്കാർ വരുന്ന സ്ഥലമായിട്ട് പോലും ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്തു. ഇത്രയും ദൂരം ട്രാവൽ ചെയ്താണ് വന്നതെങ്കിലും. പിന്നെ അവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഹോട്ടലിൽ പോയത്. സൗത്ത് ഇന്ത്യൻ താലിയായിരുന്നു കഴിച്ചത്. ഇതിൽ രസം, സാമ്പാർ, പിന്നെ ഒരു മിക്സഡ് വെജും പിന്നെ കേടൊക്കെയാണ് ഉണ്ടായത്. എൻ്റെ മുഖം നോക്കുന്നത് കേട്ടോ, ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.